നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, പരിശുദ്ധ മാതാവിന് ചേർന്ന് വിശുദ്ധ ഔസേപ്പിനാണ് ചേർന്ന് ഈ ബലി നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. നമ്മൾ ഈ ബലി അർപ്പിക്കാൻ യോഗ്യരാകുവാൻ എന്തെങ്കിലും കുറവുകളോ പാപങ്ങളോ തെറ്റുകളോ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ദൈവമേ ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ ബലി കർത്താവ് സ്വീകരിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിലാക്കാം. ഇന്ന് കർത്താവ് അബ്രഹാത്തിന് വിശ്വാസം വഴി എല്ലാ ദൈവികമായ കൃപ ലഭിച്ചു. നമുക്ക് ദൈവം വലിയ വിശ്വാസം നൽകിയിട്ടുണ്ട്, നിയമം നൽകിയിട്ടുണ്ട്. നിയമങ്ങൾക്ക് അപ്പുറമായി നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക. നിയമം അത് പാലിക്കണം, കൃത്യമായി പാലിക്കണം. എന്നാൽ അതിനപ്പുറം നിയമത്തിനപ്പുറമായി നന്മകൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുവാൻ കർത്താവിൻ്റെ നിയമം പാലിച്ച് കർത്താവിൽ വിശ്വസിച്ച് എല്ലാവരെയും സഹായിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ട മകളായി തീരും. വിശുദ്ധമായ സുവിശേഷത്തിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കലേക്ക് പിശാചുബാധനെ കൊണ്ടുവരുമ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തുകയും. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇവൻ പിശാചിനെ ബഹിഷ്കരിച്ചത് അതിന് തലവനായ ബെൽസേമിനെ കൊണ്ടാണ്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുക? ഒരിക്കലും പിശാച് ശക്തമായിട്ട് എതിർ നിൽക്കുന്നതല്ലാതെ നന്മകൾ ചെയ്യില്ല, നമുക്കറിയാം. അതുകൊണ്ട് നന്മകൾ ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ മകളായി തീരുക. നമുക്കറിയാം, നമ്മളെപ്പോഴും വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ ജീവിച്ചില്ല എങ്കിൽ അശുദ്ധാത്മാവ്, പാപം, തിന്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു മനുഷ്യൻ അതിൻ്റെ എല്ലാ പാപങ്ങളും മാറി സുന്ദരമായി ജീവിക്കുമ്പോൾ ഇറങ്ങിപ്പോയി പിശാച് ചുറ്റുപാടും എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ ഇതാ വീട് സുന്ദരമായിരിക്കണം, ഞാൻ പോയി 7 പിശാചുകളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഇവൻ്റെ സ്ഥിതി മുമ്പത്തേക്കാൾ പരിതാപകരമാക്കുമെന്ന് പറയുക. നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കാം. തിന്മയ്ക്ക്, പാപത്തിന്, ഒരു തെറ്റിനും അടിമപ്പെടാതെ പരിശുദ്ധരായി ജീവിക്കാൻ ഈ പരിശുദ്ധമായ ബലിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ മകളായി നമുക്ക് ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി തീരാം. ഈ ബലിയിൽ പ്രത്യേകമാവിധം മരണമടഞ്ഞു പോയിരിക്കുന്ന ആറ്റുമാലിൽ ബെഞ്ചമിൻ, ചീക്കോ, ചിറ്റേഴത്ത് ജോസഫ്, മേരിക്കുട്ടി ജോസഫ് ചിറ്റേഴത്ത്, പുളിപ്പറമ്പിൽ വർക്കി പീറ്റർ, പുളിപ്പറമ്പിൽ ഫിലോമന പീറ്റർ, പുളിപ്പറമ്പിൽ ജോർജ് പീറ്റർ, ജെയിംസ് സേവ്യർ പീറ്റർ, ഒരു ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആന്റണി, സോണി കുടുംബാംഗങ്ങൾ പ്രത്യേകമാവിധം, ജോണി, ഷീല കുടുംബാംഗങ്ങൾ പ്രത്യേക പ്രാർത്ഥന, മുനിപ്പള്ളി പ്രത്യേകമാവും, ഷിജു, സോണിയ കുടുംബാംഗങ്ങൾ, മാക്കവറമ്പിൽ ഫിലോമന, സോന, സനു കുടുംബാംഗങ്ങൾ, തൊണ്ടിപ്പറമ്പിൽ മത്സമ കുടുംബാംഗങ്ങൾ, ഇവരെല്ലാ നിയോഗങ്ങളും ഈ ബലി സമർപ്പിക്കാം. അതുപോലെ ജോയൽ ഏഞ്ചൽ ജോസഫ്, സിസ്റ്റർ മാർജി, അതുപോലെ സിസ്റ്റർ റുഫീന, സോണിയ പ്രദീപ്, തെരേസ, റോസസിബില്ല, മജു തോമസ്, റീറ്റ മജു, ഇവാന തെരേസ് ജോർജ്, എറിക് ടോം ജോൺ, ഇവരെ നിയോഗങ്ങളെല്ലാം ഈ ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മരിയ സോണിയ തെക്കേ വീട്ടിൽ ഈ മകളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബനിയോഗങ്ങൾ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അതുപോലെ പോൾ, റീത്ത ജോർജ്, പുളിക ശ്രീവർ, പലക്കുള്ള ആന്റണി അമ്മണി, കൈതവേലിക്ക് പീറ്റർ സ്റ്റീഫൻ, ഡാനിയ തപ്പലോടത്ത്, ഷൈജു ഫ്രാൻസിസ്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തേക്ക്, മലമടിഞ്ഞു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ജസ്റ്റിൻ ദീപ, ജബീന എൽസഫ് ജോസഫ്, ആന്റോയേക റോയി, അക്ഷയ് സെബാസ്റ്റ്യൻ മറിയം, ബിജു എൽഡ, അന്ന കദ്രഫേലിയ, റിജോയിൻ നിഷ ആർമൻ, ഡോറിസ് ജേക്കബ്, സീന ലില്ലി, വർഗീസ് ട്രീസ, ജോസഫ് ജോർജ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മരം, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ മിന്നു പോൾ, ഇവിടെ എല്ലാം നിയോഗം സമർപ്പിക്കാം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാവരെയും നമ്മെ നമ്മുടെ കുടുംബത്തെ എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ച് കർത്താവിനെ കുരിശുമരത്തിലേക്ക് നോക്കി കരങ്ങളുയർത്തി കരങ്ങൾ കൂപ്പി ഒരുമിച്ച് ഒച്ചത്തിൽ പാപങ്ങൾ ഏറ്റുമല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വലിയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിട
നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനെ തിരുഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൾ സ്നേഹത്തിന് വിസ്മരണീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നേർവയിൽ നിന്നും നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 7 മുതൽ 14 വാക്യങ്ങൾ. സഹോദരരെ, വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതിയിരിക്കുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹിതരാകുമെന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തുനാമത്തെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയതയിലേക്കും വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുചിതമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വത്സലനിധിയുമാണ്. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. Hallelujah.
സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുനാഥൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നൊരു അടയാളം ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞ് അവൻ പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ പ്രതികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായ തന്നെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞിറങ്ങും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു മാറി സജ്ജീകരിക്കപ്പെടുന്നത് കണ്ടാൽ അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടന്മാരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂട്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമായി തീരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേക്കാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ പിതാവേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിലെ അവാച്യമായ സ്നേഹം ഞങ്ങളെ തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകൾ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും കുരിശിനെ ഉയർത്തപ്പെട്ട് തന്നെ തന്നെ നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹം നൽകുകയും തിരുസഭയുടെ പ്രകാശം നൽകളിക്കുന്ന കുത്തിത്തുറന്ന വിലാവിലും ചോരയും നീരും ചൊരിയുകയും ചെയ്യുന്നു. അങ്ങനെ
രക്ഷകനെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടും. എല്ലാവരും രക്ഷയുടെ ആ നീരിറവിൽ നിന്നും സന്തോഷപൂർവ്വം പാനം ചെയ്യുന്നവരും ആകയാൽ എല്ലാ മലാഖമാരും എല്ലാ വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളെല്ലാവരും അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകൾ നിറഞ്ഞു മഹി വിണ്ടലം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേ ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകടകൾ പോലെ ഈ കാണിക്കകളെന്ന് പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു കുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആണ്. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് മരമാത്രമെടുത്തു വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങയെ തിരുവനന്തപുരം അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർന്നതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധ ആത്മാവിനാൽ നന്നായി. കർത്താവേ, ലോകമെങ്ങും ആവശ്യമെടുക്കുന്ന അങ്ങേ തിരുസഭയോർക്കണമേ. ഞങ്ങളെ സഹായിക്കും വേണ്ടി എല്ലാ കർത്തനാൾമാർക്ക് വേണ്ടി അഭിവന്യ ജോസഫ് കളത്തുപറമ്പിൽ ഒരാപ്പഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, എല്ലാ സന്യാസികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും അങ്ങ് സ്വർഗ സൗഭാഗ്യം നൽകണം. ഈ എളിയവരായി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി സോണിയ പ്രദീപ് തെരേസ് റോസസ്, മഞ്ജു തോമസ്, റീറ്റ മഞ്ജു, ഇവാന തെരേസ് ജോർജ്, എറിക് ടോം, ഷിജു, സോണിയ മഞ്ഞപ്പള്ളി,
പുതിയ മക്കാപുരമ്പിൽ വിലോമന, തൊണ്ടിപ്പറമ്പിൽ വത്സമ, തെക്കേ വീട്ടിൽ ആന്റണി കുടുംബാംഗം, പ്രാതാശ ആവശ്യപ്പെട്ടിരിക്കുന്ന ജോണി ഷീല കുടുംബാംഗം, ഇവരെയും പങ്കുചേരുന്ന എല്ലാവരെയും ജന്മദിനം ആഘോഷിക്കുന്ന മരിയ സോണി, മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം. നിയമസഭയിൽ പ്രാർത്ഥിക്കുന്ന രഞ്ജി ജോൺ, ജെയിംസ് ബിജു, ഈ എളിയവരായി ഞങ്ങളെയും അനുഗ്രഹിക്കണം. അങ്ങനെ തീമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ കർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ പിതാവ്, ഇന്നത്തെ തിരുനാൾ കാലമുള്ള രക്തസാക്ഷിയായ വിശുദ്ധ ഡൈനീഷ്യസിനോട് കൂട്ടുകാർ, മറ്റെല്ലാ വിശുദ്ധരുമത്തെ നിത്യയിലും പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പാം, ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. സ്വർഗീയ പിതാവിനെ വിളിച്ച് അടുത്ത മക്കളായ നമുക്ക് കരങ്ങളുയർത്തി, ഹൃദയമുയർത്തി, കണ്ണുകളുയർത്തി സ്വർഗസ്വനായ പ്രാർത്ഥന ഏറ്റുമെല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുതുവാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇതിനെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകുന്നത് അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിന്റെ ആഗമന പ്രദേശങ്ങളും അങ്ങേ കരുണയെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു. ഞങ്ങളെ പാപങ്ങളിലും പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസമാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുള്ളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പര കർത്താവിൻ്റെ സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും കുഞ്ഞാടേ നീ കനിയേണം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ഞങ്ങളെ സ്വീകരണം നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സത്യമായും ദിവ്യകാരണത്തിൽ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി എഴുന്നള്ളി വരണമേ. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
സ്നേഹത്താൽ തീഷ്ണതയുള്ളവരാക്കണം. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരൻ അവിടെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് അറിവ് നൽകണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഉപേക്ഷയ്ക്ക് പരസ്പരം സ്തുതി വരെ വിശ്വ വിശകായിക്കും സ്തുതിയായിരിക്കട്ടെ. Te